Hi friends, welcome to English Mithra and welcome to a FAQ session. നിങ്ങൾ കോണ്ടന്റ് സെക്ഷനിൽ കോണ്ടന്റ് അല്ല കോമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡൗട്ട്സിന്റെ ആൻസേഴ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ചോദിച്ചോ. അതെ. What's the difference between to me and for me? To me is mostly used when you talk about sending something. Like he gave a gift to me. Gave കൊടുക്കുക എന്നാണ്. അത് കൊടുക്കുക എന്നാണ്. പിന്നെ അതുപോലെ തന്നെ Can you send it to me? Listened അല്ല listen to me. Yeah. He listened to me. അത് അങ്ങനത്തെ വാക്കുകളുടെ കൂടെയാണ് നമ്മൾ to യൂസ് ചെയ്യുന്നത്. For വേണ്ടി എന്നാണ്. He bought a gift for me. എനിക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നു. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. Can you do this for me? എനിക്ക് വേണ്ടി ഇത് ചെയ്യാമോ? വേണ്ടി എന്നുള്ളൊരു അർത്ഥം വരും ടൂവിനായാലും ഫോറിനായാലും. അടുത്തത് യെസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ while and during and its uses. I think we've already done a video on the same. Yeah, we've done a video and on this. I think I've shared the link of the video to the comment. I have done a video on this. You have done a video on this. We have talked about this in the comment section videos before. Yeah, right. പക്ഷേ ലൈക്ക് നമ്മൾ ഇനി പറയുമല്ലോ, because it's a relevant doubt. പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവാൻ പറ്റുന്ന രണ്ട് വാക്കുകളാണ്. സി, ഇപ്പം ഒരു കാര്യം നടക്കുകയായിരുന്നു, സേ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, സേ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഒരു കുട്ടി സംസാരിക്കുകയാണ്, നോയ്സ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സോ ഞാൻ പറയും ദ സ്റ്റുഡൻറ് വാസ് making noise during my class. Okay, during the class. Yes. അപ്പം എന്താ സംഭവിക്കുന്നത്, എൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നു. അതൊരു അതിന്റെ ഭാഗം ഒരു ഭാഗത്തിൽ നടന്ന കാര്യമാണ്. then again while is actually രണ്ട് സംഭവങ്ങളും പാരലൽ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, while I was washing the car she went and packed her things. രണ്ട് കാര്യം നടക്കുന്നുണ്ട്. അതെ, ഇതൊരു ഇൻസ്റ്റൻസ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വ്യത്യാസം. യെസ്, റൈറ്റ്. സോ അതാണ് യൂസേജും വ്യത്യാസവും അത് തന്നെയാണ്. യൂസേജും ഈ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് യൂസേജ് മാറുന്നത്. You can refer to the video ഉണ്ട്. We can just ഇപ്പം നമ്മൾ while English Mithra എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ നമ്മള് കോമന്റ് സെഷനിലായതുകൊണ്ട് നമുക്ക് ലൈക്ക് ഇച്ചിരി ചുരുക്കിയാണ് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, did he studied and has he studied തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? did he studied എന്ന് പറയില്ല, did he study എന്ന് നമ്മൾ പറയുള്ളൂ. സോ did he study എന്ന് ചോദിക്കുമ്പോൾ അവിടെ അർത്ഥം വരുന്നത് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കണം, അവൻ പഠിച്ചോ? did he study കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. ഹാസ് ഹി സ്റ്റഡീഡ് അങ്ങനെയല്ല, അതിന് പ്രസന്റിൽ റെലവൻസ് ഉണ്ട്. ഉദാഹരണത്തിന് അവന് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കണം, അവൻ പഠിച്ചിട്ടുണ്ടോ? ഹാസ് ഹി സ്റ്റഡീഡ്, അവൻ പഠിച്ചിട്ടുണ്ടോ? അതാണ് അവിടുത്തെ ഡിഫറൻസ്. അപ്പം പാസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ആക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് ഹി സ്റ്റഡി ചോദിക്കുന്നത്. പക്ഷേ പ്രസന്റിലും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കുറിച്ച് പറയുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹാവ് ബീൻ എ ട്രിപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഇതെന്താ സീൻ അറിയോ? ഐ ഹാവ് ബീൻ എ ട്രിപ്പ്, അത് എന്ത് ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയാം. കേക്ക്. I have been to Dubai. അപ്പൊ ഞാനൊരു ട്രിപ്പിന് പോയിട്ട് ലൈക്ക് കോമന്റിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഞാനൊരു ട്രിപ്പിന് പോയി ഒരു സമയത്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് വീട്ടിലിരിക്കുകയാണ്, എന്നിട്ട് ഇനി എനിക്ക് പറയാൻ പറ്റുമോ ഐ ഹാവ് ബീൻ എ ട്രിപ്പ്? നമ്മൾ എന്ത് പഠിപ്പിച്ചോ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇറ്റ് വെന്റ് സ്ട്രെയിറ്റ് ലൈക്ക് ദിസ്, ഇങ്ങോട്ട് കയറിയില്ല. പ്രിയ സുഹൃത്തെ, ഐ ഹാവ് ഗോൺ ടു എ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ട്രിപ്പിന് പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ല, ട്രിപ്പിന് പോയിട്ട് ലൈക്ക് തിരിച്ച് ട്രിപ്പാണ് അവിടുത്തെ പ്രശ്നം. അവിടെ ടു ഉണ്ടെങ്കിൽ തിരിച്ച് ട്രിപ്പിന് പോകുന്ന സമയത്താണ് നമ്മൾ എന്താ ട്രിപ്പിന് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഐ ബീൻ ഓൺ എ ട്രിപ്പ്, അല്ലെങ്കിൽ ഞാൻ ട്രിപ്പിന് പോയിട്ടുണ്ട്, ഐ ബീൻ ഓൺ എ ട്രിപ്പ് എന്ന് നമുക്ക് പറയാം. ഐ ബീൻ എ ട്രിപ്പ് എന്ന് ഞാൻ ട്രിപ്പ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ചിലപ്പം നിങ്ങൾ ആ ടു ടൈപ്പ് ചെയ്യാൻ മറന്നാണോ അത് ഓൺ ടൈപ്പ് ചെയ്യാൻ മറന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരു ട്രിപ്പിന് പോയിട്ടുണ്ട്, ലൈക്ക് യാ ദാറ്റ് മേക്ക് സെൻസ്. ബട്ട് ഇവിടെ സംഭവം മിസ്സിംഗ് ആണ്, ഓൺ വേണമായിരുന്നു അവിടെ. ഓക്കെ, ഇനി അടുത്ത് ദിസ് ഈസ് റിയലി ഗുഡ്. റണ്ണി നോസ് ആണോ റണ്ണിങ് നോസ് ആണോ? ബട്ട് ഗുഡ് ക്വസ്റ്റ്യൻ, ഐ ലൈക്ഡ് ഇറ്റ്. യാ, ലൈക്ക്
കൺഫ്യൂഷൻ വരാല്ലേ? കൺഫ്യൂഷൻ വരാം, പിന്നെ ഉറപ്പായിട്ടും ബിഗിനറിന് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരാം. റണ്ണി നോസ് എന്ന് റണ്ണിങ് മൂക്കൊലിപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റണ്ണി നോസ് ആണ്. റണ്ണിങ് എന്ന് പറയുമ്പോൾ ഓടുക എന്നാണ് അർത്ഥം. മൂക്കൊലിപ്പിന് റണ്ണി നോസ് എന്നാണ് പറയുന്നത്. റണ്ണി ഐസ് എന്ന് പറയും, കണ്ണിൽ കൂടെ വെള്ളം വരുന്നതിന്. പിന്നെ നീ വരുമ്പോഴേക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. I will have had food when you came എന്നാണോ അത് പറയാ? I will have had food correct. When you came അല്ല, when you come. Present tense ആണ് അടുത്ത ക്ലോസിൽ യൂസ് ചെയ്യുന്നത്. When you come, when you reach, when you arrive. Okay? When you come എന്നാണ്. ഞങ്ങൾ പരിചയപ്പെട്ടു. We got to know each other. കറക്റ്റ് ആണ്. We can also say we got acquainted. Okay. അങ്ങനെ അതാണ് വേറെ യൂസേജ് അതിന് പറയാൻ പറ്റുന്നത്. So if I continue my study, I would have become a teacher. First of all, if I had എന്നാണ് വരിക, because it's about നടന്നിട്ടില്ല അല്ല, നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയില്ല. ഇനി യു ടോക്കിംഗ് അബൌട്ട് an unreal situation. നടന്നിട്ടില്ലാത്തൊരു കാര്യം നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നാ. അപ്പോൾ സോ ഇൻ ദാറ്റ് കേസ് യു വിൽ ഹാവ് ടു യൂസ് ഹാഡ് വിത്ത് ദ ഇഫ് ക്ലോസ് ആൻഡ് വുഡ് ഹാവ് വിത്ത് ദ മെയിൻ ക്ലോസ്, ഓർ കുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ്, വാട്ട് എവർ ദ സെന്റൻസ് ഡിമാൻഡ്സ്. സെന്റൻസ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഹാവ് യൂസ് ചെയ്യാം. സോ ഇവിടെ വുഡ് ഹാവ് ആണ്, ഞാൻ ആയനെ എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ if I had completed my study അല്ല, studies, പഠനം, continued my studies, continued my studies എന്നാണ് വരുന്നത്, സ്റ്റഡി അല്ല വരുന്നത്. ഓക്കെ, I would have become a teacher. That's fine again. അടുത്തത് ഹാർഡ്ലി നെഗറ്റീവ് സെന്റൻസിനാണ് ഉപയോഗിക്കുക. യൂഷ്വലി യെസ്. കാരണം നമ്മൾ ഐ ഹാർഡ്ലി ഡിഡ് എനിത്തിങ് ഫോർ ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രോജക്റ്റിനൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ. അപ്പം ഹാർഡ്ലി എവിടെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല, ക്ലോസ് ടു നത്തിങ് അല്ലേ. ആക്ച്വലി ഹാർഡ്ലി വുഡ് മീൻ ലൈക്ക് ഒട്ടും ഒന്നുമേ ചെയ്തിട്ടില്ല എന്നുള്ളൊരു മീനിങ് ആണ് നമുക്ക് യൂഷ്വലി വരുന്നത്. അപ്പം ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ്സ് ക്ലോസ് ടു നത്തിങ്, അഗൈൻ വി ആർ സേയിങ് ദാറ്റ് വി യൂസ് ഹാർഡ്ലി ടു സേ ദാറ്റ് വി ഹാവന്റ് ഡൺ മച്ച്, റൈറ്റ്? സോ അഗൈൻ ദാറ്റ്സ് എ നെഗറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് സെന്റൻസ് ആണ്. ഐ ഹാർഡ്ലി ഗെറ്റ് ടൈം ടു സ്പെൻഡ്, അല്ലെങ്കിൽ ഐ ഹാർഡ്ലി സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി, അങ്ങനെയൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെവി തിരുമുക എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Rub your ears. Rub one's ears. Yeah. അത്രേ ഉള്ളൂ. Yes, 10 questions complete. അക്സാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തത്, അതുകൊണ്ടാണ് 11, 14, 13 കാണാത്തത്. സോ ഗൈസ്, യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യട്ടെ? സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ, ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ള നിങ്ങളുടെ ലൈക്ക് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ somebody commented that this is very unprofessional way to sit. But it's very it's not an interview. നമ്മളിപ്പോൾ ഇന്റർവ്യൂ അല്ലല്ലോ ഇരിക്കുന്നത്, but it's comfortable. I don't think I think this is the unprofessional way to sit. This is like relaxed, like I don't think so. I mean, we are not doing a professional video that way. Yeah, but even so, it's a video. Whatever video we may take, it's a video. ഇപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ വീഡിയോ ചെയ്യുന്നിട്ട് ഇന്റർവ്യൂവി ആയിട്ട് ഇരുന്നിട്ട് കാലം കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ it's an unprofessional way. It's wrong way. But we are doing videos, content videos, so I don't think it's unprofessional. I think it's more relaxed kind of a way. I'm sure it's because it's okay. Yeah, anyway. Okay. So ഈ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. സോ ലൈക്ക് കൗൺസിലിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണ്, ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ആൻഡ് വി ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ IELTS ഉണ്ട്. സോ ബോത്ത് യു ക്യാൻ എൻക്വയർ അബൌട്ട്. അപ്പോൾ യെസ്, ദാറ്റ്സ് ഇറ്റ്. That's the last video we're taking today. Yes, the last video for the day. Yes. So okay, thank you so much for being with us, and thank you so much. So until next time, this is Revathi Krishnan and Aksa Abraham signing off from English Mithra. Thank you and have a great day. Bye bye. Take care. Bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.